കവളുടെ സൈഡിലൊക്കെ ഉണ്ടോ നല്ല നല്ല ബ്രൈറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം കുറച്ച് തിരക്കായിരുന്നു കേട്ടോ, അതാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ഇന്ന് നമുക്ക് നല്ലൊരു പാക്ക് തയ്യാറാക്കാം കേട്ടോ. നമ്മുടെ മുഖത്തുള്ള കരിമങ്കലും പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന അടിപൊളി പാക്കാണ് കേട്ടോ. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണയോ 4 തവണയൊക്കെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുക, എങ്കിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക. അല്ലാതെ 1 2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ ഉപയോഗിച്ചിട്ട് മുഖത്തുള്ള പാട് പോകുന്നില്ലല്ലോ എന്ന് ആരും പറയരുത്. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കണം കേട്ടോ. പിന്നെ നല്ല ഒരു സൺസ്ക്രീൻ എന്തായാലും മുഖത്തങ്ങ് തേക്കണം. ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ധാരാളം വെള്ളം കുടിക്കാം. അപ്പോൾ നമുക്ക് മുഖത്തുള്ള കരിമങ്കൽ മാറ്റാൻ നമുക്ക് നോക്കാവേ. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനമാണ് ഇരട്ടി മധുരം. ഇരട്ടി മധുരത്തിൻ്റെ പൊടി നമുക്ക് അത്യാവശ്യമുള്ള കേട്ടോ. ഈ ഒരു പാക്കറ്റ് നിങ്ങൾ മേടിച്ചേക്കുക, ഒരു 50 രൂപയേ ഉള്ളൂ, കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുമേ. അപ്പോൾ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഞാനിതാ 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇരട്ടി മധുരത്തിൻ്റെ പൊടി കേട്ടോ. പിന്നെ വേണ്ടത് മഞ്ചിഷ്ട, മഞ്ചട്ടി എന്നൊക്കെ പറയും. മഞ്ചിഷ്ട പൗഡറാണ് വേണ്ടത്. അത് ഞാൻ ഒരു 1/2 സ്പൂൺ അളവിലാണ് എടുക്കുന്നത്. ഇരട്ടി മധുരത്തിൻ്റെ പൊടി 1 സ്പൂണും മഞ്ചിഷ്ട പൗഡർ 1/2 സ്പൂൺ അളവിലും. ഇതിപ്പോൾ 1/2 സ്പൂൺ അളവ് ഇത്തിരി കൂടിപ്പോയൊന്നും പ്രശ്നമില്ല കേട്ടോ. മഞ്ചിഷ്ട നല്ലതാണ്, മുഖത്ത് നല്ല നിറം വയ്ക്കാനും നല്ലതാണ്. പിന്നെ പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നല്ലതാണ് മഞ്ചിഷ്ട പൗഡർ. നമുക്കിത് തന്നെയായിട്ടും പാക്കായിട്ടും മുഖത്തങ്ങ് തേക്കാവും, നല്ലതാണ്. പക്ഷേ ഇത് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാണ് ഇടുന്നത്, അതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇരട്ടി മധുരത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ചിഷ്ട പൗഡർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടത് പാല് തന്നെയാണ് എടുക്കുന്നത്. തൈര് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, പക്ഷെ ഞാൻ എന്തായാലും പാലാണ്. കിച്ചനും കൂടി ഒന്ന് മുഖം ഒന്ന് ബ്രൈറ്റ് ആവാൻ. തൈര് നല്ലതാണ്, തൈര് നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ്. പക്ഷെ ഇന്ന് ഞാൻ പാലാണ് എടുത്തേക്കുന്നത്. നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണേ. ഇത് 3 മതിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാൻ. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ കരിമങ്കലും ഉള്ളവർക്ക് മാത്രമേ തേക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അല്ലാത്തവർക്കും തേക്കാവേ. ഇപ്പോൾ എൻ്റെ മുഖത്ത് കരിമങ്കലും ഒന്നും ഇല്ല, പക്ഷെ ഞാൻ തേക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മുഖം ഉണ്ടല്ലോ നല്ല ക്ലിയർ ആവും. പിന്നെ അത് മാത്രമല്ല, നിറം വയ്ക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഈ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഞാൻ മുമ്പ് സ്ഥിരമായിട്ട് ഞാൻ തേച്ചുകൊണ്ടിരുന്ന ഫുൾ പാക്കായിരുന്നു കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നായിരുന്നു. എൻ്റെ മുഖത്തുള്ള ഇരുണ്ട കളറൊക്കെ നല്ലവണ്ണം മാറിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ ഫേസിലുണ്ടല്ലോ, നമുക്ക് ഇവിടെ അത്യാവശ്യം നിറം ഉണ്ടെങ്കിലും എൻ്റെ ഈ ചുണ്ടിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ചുണ്ടും ഈ താടിയുടെ ഭാഗം ഇരുണ്ട നിറമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നെറ്റിയുടെ ഈ സൈഡും ഇരുണ്ട നിറമായിരുന്നു. അപ്പോൾ ഈ പാക്ക്, ഈ ഇരട്ടി മധുരത്തിൻ്റെ പാക്ക് തേച്ചത് ചടൻ്റെ അതൊക്കെ ഒന്ന് മാറ്റം കിട്ടിയത്. അതുകൊണ്ട് പറയണം, നല്ല അടിപൊളി ഒരു പാക്ക് തന്നെയാണ് ഇരട്ടി മധുരം കേട്ടോ. ഇപ്പോൾ ഈ മഞ്ചിഷ്ട പൗഡറിൻ്റെ വില എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്, രണ്ടിനും കൂടെ 100 രൂപ. ഇത് നമുക്ക് കടകളിൽ പോയി മേടിച്ചിട്ട് നല്ല ഡിന്നിലങ്ങ് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പാക്ക് നമ്മുടെ മുഖത്ത് അങ്ങ് പാക്ക് ഇടാൻ നേരത്ത് നമുക്ക് അതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. അല്ലാതെ പൊട്ടിച്ച് സ്പൂണൊക്കെ ഇട്ട് നനഞ്ഞ സ്പൂണൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് പൂപ്പൽ പിടിക്കും. അപ്പോൾ നമ്മൾ അറിയത്തുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മുഖത്തൊക്കെ തേക്കുമ്പോൾ നമുക്ക് വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്ന അവസ്ഥ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചെടുക്കുക കേട്ടോ, നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് കൊടുക്കരുതേ. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുന്നത്. പിന്നെ മഞ്ചിഷ്ടപ്പൊടി ഉണ്ടല്ലോ, ചെറിയ ഒരു തരി പോലെയുണ്ട്. ഇതിപ്പോൾ ഞാൻ പാലിലങ്ങ് മിക്സ് ചെയ്ത് അപ്പം തന്നെ മുഖത്തങ്ങ് തേക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ പാലിലങ്ങ് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് കുറച്ചൊന്ന് സോക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ കരിമങ്കലുള്ളവരൊക്കെ ആണെങ്കിൽ മുഖത്ത് തേച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മുഖം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് വേണം ഈ പാക്ക് അങ്ങ് തുടച്ച് മാറ്റാൻ. പിന്നെ ഒരുപാട് മുഖക്കുരുള്ളവരൊക്കെ ആണെങ്കിൽ അധികം സ്ക്രബ് ചെയ്യണമെന്ന് പോകണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് വെറുതെ വെള്ളം കൊണ്ട് ഒന്ന് കഴുകി കളഞ്ഞാൽ മതിയാവേ. പെട്ടെന്ന് തന്നെ മുഖം നിറം വയ്ക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണ് കേട്ടോ. നമുക്കിതിലോട്ട് വേണമെങ്കിൽ കുറച്ച് മുൾട്ടാണി മിട്ടി ചേർക്കാം. പിന്നെ എന്താ പറയുക, കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. പക്ഷേ ഇത് നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് ഈ ഒരു മഞ്ചിഷ്ട പൗഡറും ഇരട്ടി മധുരത്തിൻ്റെ പൊടി കേട്ടോ. ഇതിൻ്റെ പൊടി അല്ലാതെയും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ.
മറ്റേ വീട്ടിൽ പോയപ്പോൾ കഴിഞ്ഞ വർഷം വീട്ടിൽ പോയപ്പോൾ ഇതെല്ലാം സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇരട്ടി മധുരത്തിൻ്റെയും മഞ്ചിഷ്ട, പിന്നെ ഏതാണ് എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചായിരുന്നല്ലോ, എല്ലാം ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കട്ടയില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിൽ ചന്ദനത്തിൻ്റെ കട്ടയുണ്ട്, പിന്നെ രക്തചന്ദനത്തിൻ്റെ കട്ടയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ചെറിയൊരു മടിയുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും തേക്കാറില്ല കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ പാക്കൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അപ്പം എൻ്റെ മുഖത്തതാ തേച്ചിട്ടാ, കഴുത്തിൽ തേക്കാൻ പാക്കില്ലായിരുന്നു. സാരമില്ല, നമുക്ക് കുളിക്കാൻ നേരത്തെ തേക്കാം. അപ്പോൾ അത്യാവശ്യം കട്ടി തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി തേക്കുന്നവർ ഒരുപാട് അങ്ങ് കട്ടിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്, ലൈറ്റായിട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ സൺസ്ക്രീൻ ലോഷൻ എന്തായാലും നിർബന്ധമാണ്. നമ്മൾ പാക്കൊക്കെ ഇട്ടിട്ട് വെയിലൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ മുഖം ഒന്നും കൂടെ ഒന്ന് കരുവാണിക്കുള്ളൂ. കാരണം നമ്മുടെ മുഖം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഭയങ്കര സൂര്യരശ്മികൾ നമ്മുടെ മുഖത്തങ്ങ് കൂടുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തുള്ള പാടുകൾ ഇല്ലെങ്കിൽ തന്നെ പാടുണ്ടാവും. അപ്പം ഒന്നെങ്കിൽ നിങ്ങളിത് വൈകുന്നേരങ്ങളിൽ പാക്ക് തയ്യാറാക്കാം. പിന്നെ പുറത്തോട്ട് പോകുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ മസ്റ്റാണ്, അതെന്തായാലും തേക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു മഞ്ചിഷ്ടയുടെ പൗഡറില്ലേ, അത് നമ്മൾ ചുണ്ടത്ത് തേച്ച് കൊടുക്കുകയാണ്. ചുണ്ട് നല്ല നിറം വയ്ക്കാൻ നല്ല അടിപൊളി സാധനമാണ്. നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഡ്രൈ ആവാൻ നമുക്ക് കഴുകി കളയാം കേട്ടോ. ഡ്രൈ ആവട്ടെ. അപ്പോൾ ഞാൻ പാക്ക് ഇട്ടിട്ടതുണ്ടല്ലോ ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ലേ, ഇത് കൊണ്ട് ഉണങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ എന്ന് കരുതി. ഇത് നമ്മുടെ ശരീരത്തിൽ ചൂട് കൊണ്ട് തന്നെ ഉണങ്ങണം കേട്ടോ. നമ്മുടെ ഫാനിൻ്റെ ചൂടിൽ നിന്ന് ഉണക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിൽ ചൂട് കൊണ്ട് തന്നെ ഉണങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുഞ്ഞാറ്റ കുറേ ദിവസങ്ങളായി, ഒരു മാസത്തോളമായി തോന്നുന്നു. കുഞ്ഞാറ്റ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും വരില്ല കേട്ടോ. കുഞ്ഞാറ്റ മാത്രമല്ല വാവച്ചും വരാറില്ല. ഞാൻ നിർബന്ധിച്ചാൽ അവർക്ക് വരാൻ മടിയാണ്. ഇന്ന് എൻ്റെ നിർബന്ധം കൊണ്ട് ആശാൻ ഇവിടെ ഇരുത്തിക്കാണേ. കുഞ്ഞാറ്റ എന്തെങ്കിലും പറഞ്ഞോടാ കുഞ്ഞാറ്റ? എല്ലാവർക്കും സുഖമാണ്. എല്ലാരും എന്തിനും അങ്ങോട്ടൊക്കെ നല്ല ചൂടല്ലേ? ഇത്രേ ഉള്ളോ? കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര നാണമാണ്. അപ്പൊ കുഞ്ഞാറ്റയുടെ സ്കൂളിലെ പരിപാടിയാണ് കേട്ടോ, വ്യാഴാഴ്ച. കുഞ്ഞാറ്റ വിളിച്ചേ, അവരൊക്കെ വിളിച്ചേ, എല്ലാരും വരണം എന്ന് പറയാൻ, ഡാൻസ് എല്ലാം വരണം എന്ന് പറയാം. അപ്പോൾ ഈ വരുന്ന വ്യാഴാഴ്ച മാർച്ച് 5-ാം തീയതി ഞങ്ങളുടെ സ്കൂളിലത്തെ ആനിവേഴ്സറിയാണ്. എല്ലാവരും ക്ഷണിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ട്രോഫികളൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. കുറെ ട്രോഫികളൊക്കെ മേടിക്കാനുണ്ട്. ചേട്ടത്തി അനിയത്തിയൊക്കെ കൂടെ ഇരുന്ന അല്ലേ. സ്കോളർഷിപ്പൊക്കെ കൂടിയായിരുന്നു കേട്ടോ. LSSൻ്റെയും LSS അല്ല USSൻ്റെയും വാവച്ച് പോയി. പിന്നെ ഇവർ രണ്ടുപേരും സംസ്കൃതത്തിന് സ്കോളർഷിപ്പിന് പോയായിരുന്നു. പിന്നെ അക്കാദമിക്കിൻ്റെ പോയായിരുന്നു. അതിൻ്റെ റിസൾട്ടൊന്നും അറിഞ്ഞില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു സ്കോളർഷിപ്പ് അല്ലേ. LSS കഴിഞ്ഞ വർഷം ഒക്കെ കിട്ടിയായിരുന്നേ. USS ചേച്ചിക്ക് കിട്ടോ ഇല്ലെന്ന് അറിയത്തില്ല, കാരണം ഭയങ്കര ഇത്തിരി ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. എൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴത്തേക്കും ഒരു മാസമൊക്കെ പിടിക്കുമായിരിക്കും, 1-2 മാസമൊക്കെ പിടിക്കുമായിരിക്കും അല്ലേ. അവിടെ പോയി ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അവിടെ ഞാൻ പൊക്കി എടുത്തുകൊണ്ട് വന്നതാ. ഇനി നമുക്ക് വീട്ടിൽ പോകാൻ ഒരു 1.5 മാസം ഉണ്ടല്ലേ കുഞ്ഞാ. നമ്മൾ വിഷു കഴിയുമ്പോൾ നമ്മളൊരു വീട്ടിൽ പോക്കുണ്ട്. ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇനി നമ്മൾ മെയ് മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ വരുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും മെയ് മാസം ലാസ്റ്റ് ആവില്ല, എന്തായാലും അതിന് മുന്നേ എന്തായാലും വരേണ്ടി വരും. കാരണം അവൾക്ക് ഈ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലോട്ട് മാറ്റേണ്ടതാണ്. ഇത് സ്കൂൾ 7ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പോൾ ഇനി പാറത്തോട് സ്കൂളിൽ ചേർക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടാവും. എന്തായാലും വീട്ടിൽ പോകും നമ്മളല്ലേ. വീട്ടിൽ പോയി ഓടുമ്പോൾ എന്നെ കൊല്ലും. അപ്പോൾ എൻ്റെ പാക്ക് ഉണങ്ങിയിട്ട് എനിക്കിനെ കാണാം. ഒരു 15 മിനിറ്റ് വരെ മുഖത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് മുഖം ഒന്ന് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പതുക്കെ ഒന്ന് ഒരു സ്ക്രബൊക്കെ ചെയ്ത് ഒരു 15 മിനിറ്റ് മുഖത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഡ്രൈ ആയായിരുന്നേ. അത് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്തതിന് ശേഷം മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എല്ലാ ദിവസവും തേക്കുമ്പോഴാണ് മുഖത്തുള്ള കരിമങ്കലൊക്കെ നന്നായിട്ട് മാറി കിട്ടുള്ളൂ കേട്ടോ. മുഖം നിറം വയ്ക്കാനൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ മഞ്ചിഷ്ട പൗഡർ ഉണ്ടല്ലോ, നമ്മളിത് പാലിൽ മിക്സ് ചെയ്ത്
കുറച്ച് നേരത്തേക്ക് വെച്ചിട്ട് ഈ ഒരു പാക്ക് പാൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം, അതായത് ഒരു 10 മിനിറ്റൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ മഞ്ചിഷ്ട പൗഡറിൻ്റെ തരി ഇച്ചിരി ഒരു തരി പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുഖത്തൊക്കെ തേക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊണ്ട് കയറുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൊടിക്ക് പകരം അങ്ങാടി കടയിൽ ഇതിൻ്റെ കട്ട കിട്ടും. മഞ്ചിഷ്ടയുടെ ഇരട്ടി മധുരത്തിൻ്റെ ഒക്കെ കട്ട കിട്ടും. അത് മേടിച്ചിട്ട് നമുക്കിത് കല്ലിൽ അരച്ചിട്ട് മുഖത്തും തേനും കൂടെ ചേർത്ത് തേക്കുവാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. മുഖത്തുള്ള കരിമങ്കിലൊക്കെ നല്ലവണ്ണം മാറി കിട്ടും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് എടുത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടോ മുഖത്ത് നല്ല വ്യത്യാസമുണ്ട്. കവളുടെ സൈഡിലൊക്കെ ഉണ്ടോ നല്ല ബ്രൈറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇരട്ടി മധുരം. നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല. കണ്ണിൻ്റെ സൈഡ് കണ്ടോ കറുപ്പുണ്ട്, പക്ഷെ ഇവിടേക്ക് നല്ല വ്യത്യാസമാണ്. എനിക്ക് പെട്ടെന്ന് നിറം കിട്ടുന്ന ഭാഗം കവളിൻ്റെ ഈ സൈഡാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റൊക്കെ ഇവിടെയൊക്കെ എത്തുള്ളൂ. എന്നാലും അടിപൊളി പാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.